യെസ്, 2020 വേൾഡ് കപ്പിൽ കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ വഴിയെ നീങ്ങുന്നു. സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ഇന്ന് കൈ അയച്ച് തന്നെ സഹായിച്ചിരിക്കുകയാണ്. പടുകുറ്റൻ വിജയമാണ് വെസ്റ്റ് ഇൻഡീസിന് മേൽ സൗത്ത് ആഫ്രിക്ക നേടിയത്. ഇതോടെ ഇന്ത്യക്ക് ഇനി നടക്കുന്ന മത്സരത്തിൽ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ കളിക്കാൻ ഇറങ്ങും. വെസ്റ്റ് ഇൻഡീസിനെയും സിംബാബ്വേയെയും തോൽപ്പിച്ചാൽ മാത്രം മതി ഇന്ത്യക്ക്. റൺ റേറ്റ് ഒന്നും നോക്കേണ്ട കാര്യം ഇനി ഇല്ല. പടുകുറ്റൻ ജയം സൗത്ത് ആഫ്രിക്ക നേടിയപ്പോൾ നെറ്റ് റൺ റേറ്റിലും വൻ ഇടിവാണ് വെസ്റ്റ് ഇൻഡീസിന് സംഭവിച്ചത്. +5 ഉണ്ടായിരുന്ന അവരുടെ റൺ റേറ്റ് ഇപ്പോൾ +1 ഇടിഞ്ഞു വീണിരിക്കുകയാണ്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് വൻ തകർച്ചയാണ് നേരിട്ടത്. ഒരു ഘട്ടത്തിൽ അവർ 100 റൺസ് പോലും കടക്കില്ല എന്ന് തോന്നിച്ചിരുന്നു. 83 റൺസിന് അവരുടെ 7 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അവിടെ നിന്നും ഒരു റെക്കോർഡ് പാർട്ണർഷിപ്പാണ് പിന്നെ കണ്ടത്. 8ാം വിക്കറ്റിലെ ഏറ്റവും വലിയ 2020 പാർട്ണർഷിപ്പാണ് ജെയ്സൺ ഹോൾഡറും റൊമാരിയോ ഷേപ്പേർഡും ചേർന്ന് പടുത്തുയർത്തിയത്. 31 പന്തിൽ 49 റൺസ് ഹോൾഡർ എടുത്തപ്പോൾ 37 പന്തിൽ 52 റൺസാണ് റൊമാരിയോ ഷേപ്പേർഡ് നേടിയത്. മറ്റുള്ള വെസ്റ്റ് ഇൻഡീസ് ബാറ്റർമാരുടെ സ്കോറുകൾ ഇങ്ങനെയായിരുന്നു. ബ്രണ്ടൻ കിങ് 21, ഷായ് ഹോപ്പ് 16, ഹെറ്റ്മേർ 2, റോമൻ പവൽ 9, റോസ്റ്റൻ ചേസ് 2, റുദർഫോർഡ് 12, മാത്യു ഫോർഡ് 11, മോട്ടി 0 നോട്ട് ഔട്ട്. അങ്ങനെ 83-7 എന്ന നിലയിൽ നിന്നും 20 ഓവറിൽ അവർ 8 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് എടുത്തു. ലുങ്കി എങ്കിഡി 3 വിക്കറ്റ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നേടിയപ്പോൾ റബാദയും കോർബിൻ ബോഷും 2 വിക്കറ്റുകൾ വീതം നേടി. മറുപടി ബാറ്റിംഗിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമായിരുന്നു. നന്നായി തന്നെ അവർ വെസ്റ്റ് ഇൻഡീസിന്റെ ബോളർമാരെ എല്ലാം നേരിട്ടു. എഡൻ മാർക്രം 46 പന്തിൽ 82 റൺസ് എടുത്തു, 4 6ഉം 7 4ഉം. ബീകോക്ക് 24 പന്തിൽ 47, റിയാൻ റിക്കർട്ടൻ 28 പന്തിൽ 45 എന്നിങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ സ്കോറുകൾ. വെറും 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 16.1 ഓവറിൽ അവർ 177 റൺസ് എടുത്തു. 23 പന്തുകൾ ബാക്കി നിൽക്കെ 9 വിക്കറ്റിന്റെ പടുകൂറ്റൻ ജയമാണ് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിന് മേൽ നേടിയത്. ഇനി ഇന്ത്യക്ക് സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ കളിക്കാൻ ഇറങ്ങാം. സിംബാബ്വേയായിട്ട് നടക്കുന്ന അടുത്ത മത്സരത്തിൽ ഇപ്പോൾ ടോസ് കഴിഞ്ഞിരിക്കുന്നു. സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.